ഇന്നത്തെ തലമുറയ്ക്ക് തന്നെത്താൻ അവർ പറയുന്ന ഒരു പേരാണല്ലേ 2K കിഡ്സ്. നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ? വി ആർ 2K കിഡ്സ്. അഭിമാനത്തോടു കൂടി അവർ പറയുന്നതാണ്, നല്ലതാണ്. ഒപ്പം ഓൾഡ് ജനറേഷൻ OGയെ അവരെ വിളിക്കുന്നത് തന്ത വൈബ്, അല്ലെങ്കിൽ അമ്മാവൻ വൈബ്, അമ്മച്ചി വൈബ് എന്നൊക്കെ പറയാറുണ്ടല്ലേ. കാരണം ഇന്നത്തെ തലമുറയ്ക്ക് ഗാഡ്ജറ്റ്സ്, ഫാസ്റ്റ് റിപ്ലൈ, ഫാസ്റ്റ് ഫുഡ്, AI ആൻസർ, ഗൂഗിൾ സെർച്ച്, ഇങ്ങനെയൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടുന്നതിലും അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ആ പ്രകടനങ്ങളും ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൂടെയെങ്കിലും ഷെയർ ചെയ്ത് ലോകത്തെ മൊത്തം കാണിക്കുന്നതിലുമാണ് അവരുടെ ഒരു ആഗ്രഹം. 2K കിഡ്സിന്റെ ചില പ്രത്യേകതകൾ ഇതൊക്കെയാണ്. അവരെപ്പോഴും കണക്റ്റഡ് ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. സോഷ്യൽ മീഡിയ, ഫ്രണ്ട്സ്, ന്യൂ ഗെയിംസ്, ടീംസ് എല്ലാമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതാണ് ഈ ന്യൂജൻ പിള്ളേര്. തന്ത വൈബും അമ്മാവൻ വൈബും ആയിരുന്ന എന്റെ പ്രായത്തിലുള്ളവരും ഇതൊക്കെ തന്നെയാ ചെയ്തത്. യോഹന്നാൻ 15:5, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണ്, എന്നോട് ചേർന്ന് നിൽക്കുന്നവൻ ധാരാളം ഫലം പുറപ്പെടുവിക്കും. 2K കിഡ്സിന് പോലും സാധിക്കാത്തവർ ഞങ്ങൾ OG, ഓൾഡ് ജനറേഷൻ, തന്ത വൈബുകാര്, റിയൽ 2 കിങ്ഡം കിഡ്സ് അങ്ങനെയാ ചെയ്തിരുന്നത്. ശത്രുവിനെ പോലും സ്നേഹം കൊണ്ട് കണക്റ്റഡ് ആക്കാൻ കഴിയുന്ന അവന്റെ വചനത്തോട് ചേർന്ന് നിന്ന്, മുന്തിരിവള്ളിയോട് ചേർന്ന് നിന്നാൽ ശാഖകളായിട്ടുള്ള നിങ്ങൾക്കും ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കും എന്നുള്ളൊരു സന്ദേശം തരുന്നു. 2K കിഡ്സിന് എല്ലാത്തിനും ക്ലാരിറ്റി തേടുന്നവരാ. അവർക്ക് ഈ ക്ലാരിറ്റി ഇല്ലാത്ത ആൻസേഴ്സ് ഒന്നും അവർക്ക് ഇഷ്ടമല്ല. പക്ഷെ പലപ്പോഴും ചെന്ന് പെടുന്നത്, നമ്മൾ കാണുന്നത് ഫേക്ക് ന്യൂസുകളിലും കൺഫ്യൂഷനുകളിലും ഒരുപാട് അഭിപ്രായങ്ങളിൽ പെട്ട് ആകപ്പാടെ ഇതിൽ ഏതാണ് ശരിയെന്ന് അറിയാത്തൊരു ലോകത്തിലാണ് അവർ ഇന്ന് നട്ടം തിരിയുന്നത് അല്ലേ. തന്ത വൈബ് പറയുക, ഇതൊക്കെയാടോ ഞങ്ങളുടെ കാലത്തും ഉണ്ടായിരുന്നത്. അന്ന് പ്രാവുകളെ പോലെ നിഷ്കളങ്കരും സർപ്പത്തെ പോലെ വിവേകികളുമായിരിക്കുവാനായിട്ട് ഞങ്ങൾ ചെയ്തൊരു കാര്യം ഇത്രയേ ഉള്ളൂ. സങ്കീർത്തനം 119:105 പ്രാവർത്തികമാക്കി, ജീവിതചര്യയാക്കി മാറ്റി, ജീവിതത്തിന്റെ ഭാഗമാറ്റി മാറ്റിയ സിമ്പിൾ മനുഷ്യർ. അവന്റെ വചനം എൻ്റെ കാലിന് വിളക്കും, പോകുന്ന വഴികൾക്കെല്ലാം ആ പ്രകാശത്തിലും നടന്നു. തെറ്റുപറ്റിയില്ല. കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഫേക്ക് ന്യൂസ് ഉണ്ടായിരുന്നു, ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നു. എന്തു വന്നാലും സത്യം തിരിച്ചറിയാൻ കൺഫ്യൂഷൻ ഇല്ലാതെ അവനിൽ ആശ്രയിക്കുമ്പോഴത്തേക്കും ഉള്ളിൽ നിന്നൊരു സ്വരം കേൾക്കും, അല്ലെങ്കിൽ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. അതൊരിക്കലും തെറ്റത്തില്ലടോ, കറക്റ്റ് എത്തേണ്ടടുത്ത് എത്തും. 2 കിഡ്സ് ട്രെൻഡിന്റെ പുറകെ നടക്കുന്നവരാ അല്ലേ. ന്യൂ ഫാഷൻ, ന്യൂ ഫിൽറ്റേഴ്സ്, ന്യൂ ട്രെൻഡ്സ്, ഇതൊക്കെ ആയിട്ട് അതിന്റെ പുറകെ നടക്കുന്നവരാ. ഹെബ്രായ ലേഖനം 13:8 പറയുന്നു, ട്രെൻഡ് മാറിയാലും മാറാത്ത ഒരുത്തനെ അവിടെ പരിചയപ്പെടുക. ഹി ഈസ് ദ സെയിം, ജീസസ് ഇസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. 2 കിഡ്സിനും OGക്കും ഓൾഡ് ജനറേഷനും ലാസ്റ്റിംഗ് ഐഡന്റിറ്റി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരുവനിൽ മാത്രമേ അതുള്ളൂ, ജീസസ്. ഹി ഈസ് ദ സെയിം, ട്രെൻഡ് അനുസരിച്ച് മാറുന്നവനല്ല. ഹി ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. ചുരുക്കി പറഞ്ഞാൽ 2K കിഡ്സ് സോഷ്യൽ മീഡിയ കണക്ഷൻ തേടുന്നു. ജീസസ് സെഡ്, ഐ ആം ദ വൈൻ ആൻഡ് യു ആർ ദ ബ്രാഞ്ചസ്, ബി കണക്റ്റഡ് വിത്ത് ദ ട്രൂ വൈൻ. യേശു ആകുന്ന മുന്തിരിവള്ളിയോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ, ആ ട്രൂ കണക്ഷൻ ഉണ്ടെങ്കിൽ, യേശു ആകുന്ന മുന്തിരിവള്ളിയോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ, ആ ട്രൂ കണക്ഷൻ ഉണ്ടെങ്കിൽ, ബി കണക്റ്റഡ് വിത്ത് ക്രൈസ്റ്റ്, ലൈഫ് അങ്ങനെയാണെങ്കിൽ ക്ലാരിറ്റി നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. ഫേക്ക് ന്യൂസോ കൺഫ്യൂഷനോ ഒക്കെ വന്നാലും നട്ടം തിരിയാതെ അതിലോട് ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കും. ട്രെൻഡിനനുസരിച്ച് ജീവിതം മാറല്ലേ. ട്രൂ ഐഡന്റിറ്റി നെവർ ചേഞ്ചസ്. ട്രൂ ഐഡന്റിറ്റി ഈസ് ഇൻ ക്രൈസ്റ്റ്. ഹെബ്രായർ 13:8. ജീസസ് ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. 2 കിഡ്സ് ഇന്നത്തെ രീതിയിൽ പോകുന്നത് കൊണ്ട് സോഷ്യൽ മീഡിയ അഡിക്ഷന് കാരണമാകും, സ്ട്രെസ്സിന് കാരണമാകും, പിയർ പ്രഷറിന് കാരണമാകും, ലോൺലിനെസ്സിന് കാരണമാകും. ഏറ്റവും മാരകം എന്ന് പറഞ്ഞാൽ കപട സ്നേഹം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ പലപ്പോഴും ചതിക്കുഴികളിൽ ചെന്ന് പെട്ടുപോകുന്നതിന് ഇടയാകുകയും ചെയ്യും. അവസാനം എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത്, അയ്യോ പെട്ടുപോയല്ലോ എന്ന്. കാലം മാറും, ട്രെൻഡ് മാറും, ആകാശം മാറും, ഭൂമി മാറും. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്
മാറ്റമില്ല. 2K കിഡ്സ് 2K ഇയർ പഴക്കമുള്ള വചനത്തിൽ ആശ്രയിച്ചാൽ ഇറ്റ് ഈസ് എ റിയൽ ജേർണി ഫ്രം 2K കിഡ് ടു 2 കിങ്ഡം കിഡ്. കിങ്ഡം കിഡായിട്ട് ജീവിക്കാം. കിങ്ഡം കിഡ്, അവന്റെ രാജ്യത്തിന്റെ മക്കളായിട്ട് ജീവിക്കാൻ ഇന്നും അവന്റെ വചനം നമ്മെ ക്ഷണിക്കുന്നു. ഒന്നിച്ചു നടക്കാം, ഒന്നിച്ച് നിത്യതയിൽ എത്തുന്നതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.